ഹായ് ഓൾ, ദിസ് ഇസ് ഫ്രൈഡേ മോർണിംഗ്. ഇന്നലെ രാത്രി ഉറങ്ങാനായിട്ട് ഒരുപാട് ലേറ്റായി കേട്ടോ. അവന്മാർ ഭക്ഷണമൊക്കെ കഴിച്ച് കാച്ചി വെച്ചിരുന്ന പപ്പടത്തിൻ്റെ ടിന്നും സാലഡിൻ്റെ പാത്രവും ഒക്കെ നല്ല ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും എല്ലാം കഴുകണമല്ലോ. എല്ലാം കഴുകി കിച്ചണൊക്കെ ഒതുക്കി വന്നപ്പോഴേക്ക് മണി 12:30 പിന്നെ ഇന്ന് സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് രാത്രി തന്നെ കുറച്ച് കോവയ്ക്കൊക്കെ ഇരുന്നതെടുത്ത് അരിഞ്ഞു വെച്ചു. പിന്നെ എന്തൊക്കെയോ പണികളുണ്ടായിരുന്നു. ഉള്ളി അരിയൽ, തക്കാളി അരിയൽ, അങ്ങനെ അതൊക്കെ തീർത്ത് വെച്ചു. അല്ലെങ്കിൽ എനിക്ക് ടെൻഷനാണ് കേട്ടോ. എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. രാവിലെ എണീറ്റ് ഇതെല്ലാം ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചിട്ട് രാത്രി എത്ര ലേറ്റായിട്ട് വേണമെങ്കിലും ഞാനിരിക്കും. പക്ഷെ രാവിലെ ആ പണിയൊക്കെ അങ്ങനെ തീർക്കുന്നത് രാവിലെ കുറച്ച് നേരം കൂടെ ഒന്ന് ഉറങ്ങാനായിട്ടാണ്. അങ്ങനെ ഒത്തിരി ലേറ്റായിട്ട് കിടന്നതുകൊണ്ട് തന്നെ അലാം ഞാൻ ഒന്ന് താമസിപ്പിച്ചിട്ട് 6:15 വെച്ചു. 6:15 അലാം അടിച്ച് എണീറ്റിട്ട് ഇന്നലത്തെ വീഡിയോ ഞാൻ പിന്നെ രാത്രി തന്നെ അത് എഡിറ്റ് ചെയ്തിരുന്നു. അങ്ങനെയും കുറച്ച് സമയം പോയി ഉറങ്ങാനായിട്ട്. കാരണം എനിക്ക് ഇന്നത് എഡിറ്റ് ചെയ്യാനുള്ള സമയം സ്കൂളിൽ കിട്ടില്ല, തിരക്കുണ്ടെന്നല്ല. അപ്പോൾ രാത്രി തന്നെ എഡിറ്റ് ചെയ്ത് വെച്ചു. രാവിലെ 6:15 എണീറ്റിട്ട് അതിന് വോയിസ് ഓവറും കൊടുത്തിട്ടാണ് കിച്ചണിലോട്ട് കയറിയത്. അപ്പോഴേക്ക് മണി 7 കുറച്ച് ചില്ലി ചിക്കൻ ഇന്നലത്തെ ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. പക്ഷേ അത് ലഞ്ചിനായിട്ടൊന്നും തികയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ കോവയ്ക്കൊക്കെ അരിഞ്ഞു വെച്ചത്. കോവയ്ക്ക ഒന്ന് പൊരിയലാക്കി എടുക്കാനാണ്. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് അതിലേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്ത് ലേശം സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കറിവേപ്പിലയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കോവയ്ക്ക ഉപ്പും മഞ്ഞൾപ്പൊടിയും തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് മൂടി വെക്കാതെ തന്നെ തുറന്ന് വെച്ച് ഒന്ന് മുരിച്ചെടുക്കണം. പൊടികളായിട്ട് ഇതിലേക്ക് ഞാനിനി കാശ്മീരി മുളക് പൊടി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. പൊരിയൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർക്കാറുള്ളൂ. പൊരിയലിൽ നിന്ന് ഞാൻ പറയുന്നത് എനിക്ക് ഈ മെഴുക്ക് പുരട്ടി എന്ന് പറയുന്ന ഐറ്റംസൊക്കെ അടച്ച് വെച്ച് വേവുന്നതായിരിക്കണം. തുറന്നിരുന്ന് ഇങ്ങനെ മുരിച്ചെടുക്കുന്നതെല്ലാം എനിക്ക് പൊരിയലാണ്. നോൺ വെജ് ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്നത്തെ ലഞ്ചിൻ്റെ കറികളായിട്ട് തക്കാളിക്കറിയും കോവയ്ക്ക പൊരിയലും ഓംലെറ്റുമാണ്. തക്കാളിക്കറി ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ നമ്മുടെ സാമ്പാറിന് ഇടുന്ന പരിപ്പാണ് ആദ്യം ഇട്ടത്. കുറച്ച് കടുക്, വെളുത്തുള്ളി, കറിവേപ്പില, 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച 1.5 സവാള, വേറെ കറികളില്ലാത്തതുകൊണ്ട് ഇത് ഇത്തിരി തോനെ വേണമല്ലോ, അതുകൊണ്ട് ഒരു വലിയ സവാളയും ഒരു വലിയ സവാളയുടെ പകുതിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ആഡ് ചെയ്തിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. തുറന്ന് വെച്ച് അല്പനേരം വെച്ചിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇന്നിപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തൊട്ട് മനസ്സുകൊണ്ട് ഒരു ലീവിന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയി. അല്പം മഴയൊക്കെ ഉള്ളൂ എങ്കിലും കൊല്ലം കളക്ടറുടെ പേജ് ഒരു 2-3 പ്രാവശ്യം എടുത്ത് നോക്കി, എന്തെങ്കിലും റെഡ് അലേർട്ടോ മറ്റോ ഉണ്ടോ, മഴയുണ്ടോ, അവധിയുണ്ടോ എന്ന്. പിന്നെ ആലോചിച്ചപ്പോഴത്തേക്ക് ഈ മഴ കാരണം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എനിക്കൊന്ന് വീട്ടിൽ ഇരിക്കാൻ വേണ്ടി അങ്ങനെ മഴ ആഗ്രഹിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കൊൽക്കത്തയിലെ ആ ഒരു ന്യൂസ് കണ്ടത്. അതോടുകൂടി എന്തായാലും ദിവസം പോയി കിട്ടി. അതിൻ്റെ ഡീറ്റെയിലിങ്ങും പിന്നെ ഏതൊക്കെയോ പൊട്ടന്മാർ ആ ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് ആ കുട്ടി കിടക്കുന്നതും ആ റൂമിൻ്റെയും ഒക്കെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തിട്ടിരിക്കുന്നു. അതൊന്നും FBയോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ ഒന്നും അതൊന്നും ബാൻ ചെയ്യാത്ത എന്താണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ശരിയാണ്, ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ക്രൂരമായൊരു ഇൻസിഡൻറ്റ് ആ ഹോസ്പിറ്റലിൽ നടന്നു എന്ന് പുറത്ത് വരാൻ ഈ വിഷ്വൽസ് ഹെൽപ്പ് ചെയ്യുമായിരിക്കും. പക്ഷേ ഇത് ഇവിടെ കിടന്നാൽ ഇത് ഇവിടെ തന്നെ കിടക്കും. ആ കുട്ടിയുടെ പേരൻസിന് ഇത് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും അവരുടെ മുന്നിൽ വീണ്ടും ഈ വിഷ്വൽസും ഈ വീഡിയോയും ഒക്കെ വരും. ആ ഒരു സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അതിത്തിരി സങ്കടവുമാണ്. കോവയ്ക്ക പൊരിയലിലേക്ക് ഞാൻ കുറച്ച് വറ്റൽമുളക് അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിക്കറിയിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, സാദാ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് പെട്ടെന്നൊന്ന് മുരിച്ചെടുക്കാം, ആ ഒരു നിറം പിടിക്കാൻ വേണ്ടിയിട്ട്. ആ നിറമൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളിയാണ് തക്കാളിക്കറിക്ക് നല്ലത്. ഞാൻ ഒരു തക്കാളിയല്ല 2 ചെറിയ തക്കാളി ചേർത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ച് പുരട്ടി അടച്ച് വെച്ച് ഇതിനെയും കുറച്ച് നേരം വേവിച്ചെടുക്കാം. ആ ഒരു ന്യൂസിൻ്റെ കുറച്ച് ഹൈലൈറ്റ്സിൽ എന്നെ ഏറ്റവും ഹോണ്ട് ചെയ്തൊരു സംഭവം എന്ന് വെച്ചാൽ ഫോർ എ മെൻ 15 grams ഓഫ് സെമൻ ആണ് അറ്റ് എ ടൈം ഉണ്ടാവുകയെന്ന് കേട്ടിട്ടുണ്ട്. അതിൻ്റെ അത് പറയുന്നുണ്ട്, അത് എഴുതിയിട്ടുണ്ട് ആരോ. ഡോക്ടറുടെ ബോഡിയിൽ നിന്ന് 150 ഗ്രാമാണ് കിട്ടിയേക്കുന്നത്. സോ ഇമാജിൻ ദ ടോർച്ചർ, എത്ര അനുഭവിച്ചിട്ടുണ്ടാവുമെന്ന്. പിന്നെ ബോൺസ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്, പെൽവിക് ബോൺ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് കാലുകൾ എത്ര അകത്താമോ അങ്ങനെ ബലമായിട്ട് അകത്തി ഒടിഞ്ഞതാണ് ബോൺസ്. അതിനൊക്കെ താഴെ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ അത് നോട്ടീസ് ചെയ്തിട്ട് പറഞ്ഞു, എടി ഒരു കമൻറ്റ് അതിൽ കിടപ്പുണ്ട്, ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്ന്. അത് ശരിയാണ്. ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആ റഹ്മാൻ്റെ ആ പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് രോമാഞ്ചിഫിക്കേഷനൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു സൈഡ്
എന്താണതിന് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഒരാളെ ഒരു പെൺകുട്ടിയുടെ നേരെ ഒരു ഉപദ്രവം കാണിക്കുന്ന അല്ലെങ്കിൽ അശ്ലീല ചൊവ്വയോട് എന്തെങ്കിലും ചെയ്യുന്ന ഒരുത്തനെ തൂക്കിയാൽ മതി. പിന്നെ ചെയ്യുന്നവന് പേടിയെങ്കിലും കാണും. ഇവിടെ അതില്ലല്ലോ. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, കൈക്ക് കൈ എന്നൊക്കെയുള്ള, ഞാൻ രാജ്യത്തിൻ്റെ പേര് പറയുന്നില്ല, നമുക്കറിയാം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതൊന്നും നടക്കത്തില്ല. എന്തുകൊണ്ട് നടക്കുന്നില്ല? അവിടെയുള്ള മനുഷ്യനും ചില ആൾക്കാർ പറയുന്ന ഇതൊക്കെ ആനിമൽസിനെ പോലെ ബിഹേവ് ചെയ്യുന്നത് ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, സെക്ഷുവൽ ഫ്രസ്ട്രേഷനാണ് കാണിക്കുന്നത്. ഇതൊക്കെ ഉള്ള മനുഷ്യർ തന്നെയാണ് ഈ രാജ്യങ്ങളിലൊക്കെ ഉള്ളത്. പക്ഷേ പേടി അതിവിടെ ഇല്ല. ഇവിടെ അത് വരേണ്ട കാര്യവും ഇല്ല. ഞാൻ ഇത്രയും കുക്കിംഗ് വീഡിയോസ് ഞാനിവിടെ ചെയ്യുന്നു. നിങ്ങൾ ഇതിപ്പോൾ ചാനൽ കാണാൻ തുടങ്ങിയിട്ട് 1 മാസമാവും. ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 1 വർഷമാവും ഞാൻ ഷോർട്ട് വീഡിയോസ് ചെയ്തിട്ട്. പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ ഇത്തിരി മട്ടൻ കറി വാങ്ങിച്ച് കഴിക്കും എന്നല്ലാതെ വളരെ റെയറായിട്ട്, എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനലിൽ ഇല്ല. ഞാൻ ഒരു മട്ടൻ കറി വെക്കുന്ന വീഡിയോ ഇതുവരെ എൻ്റെ ചാനലിലില്ല. മട്ടൻ്റെ അവൈലബിലിറ്റി, പിന്നെ അതിൻ്റെ റേറ്റ്, ഇതൊക്കെ കൊണ്ട് നമ്മളങ്ങനെ മേടിക്കാറില്ല. പക്ഷേ ഈ ജയിലിൽ കിടക്കുന്ന ഗോവിന്ദച്ചാമി ഉൾപ്പെടെ എല്ലാ ഞായറാഴ്ചയും ഞാൻ അടയ്ക്കുന്ന ടാക്സിൽ നിന്ന് മട്ടൻ തിന്നുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴുണ്ടല്ലോ, എനിക്ക് ആരോടൊക്കെയോ എന്തിനോടൊക്കെയോ ഒരുപാട് ദേഷ്യം വരും. നമ്മൾ അടയ്ക്കുന്ന ഈ നികുതിയൊക്കെ കൊണ്ട് അവർക്ക്, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ചുമ്മാ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം കേട്ടോ, നമ്മുടെ ജയിൽ മെനു. അത് നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തും. ഇവിടുത്തെ ഞങ്ങളുടെ സർക്കാർ സ്കൂളിൽ ഇപ്പോഴും സാമ്പാറും ചോറും ഒക്കെയാണ്. ശരിയാണ്, ആഴ്ചയിൽ ഒരു ദിവസം ഏത്തക്കയും മുട്ടയൊക്കെ ഉണ്ട്. പക്ഷേ ആ ജയിലിലെ മെനുവും നമ്മുടെ സ്കൂളിൽ, ഇത് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ സ്കൂളിലെ മെനുവും തമ്മിലൊരു കമ്പാരിസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ ശിക്ഷിക്കപ്പെടേണ്ടവരെ എന്തുവാ പറയുന്നത്, പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് യങ് മൈൻഡ്സിലാണ് അല്ലേ? അവർക്ക് കൊടുക്കുന്നത് ഇങ്ങനത്തെ ഭക്ഷണം. ഈ മട്ടൻ മാത്രമല്ല, വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റാണ് അവരുടേത്. എല്ലാം അതിൽ ഉൾപ്പെടും. വെറും കഞ്ഞിയും അച്ചാറും കൊടുത്ത്, കഞ്ഞിയും കൊടുക്കരുത് എൻ്റെ അഭിപ്രായത്തിൽ, കഞ്ഞിവെള്ളം കൊടുത്ത് ഇടേണ്ട ആൾക്കാരാണ് ഈ ടീംസൊക്കെ. അവന്മാരൊക്കെ ഈ മട്ടൻ കറിയും അതും ഇതുമൊക്കെ തിന്ന് സുഖിക്കുന്നു. ഇവിടുത്തെ പിള്ളേർ സാമ്പാറും ചോറും കഴിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടോ നിങ്ങൾ കേട്ടിട്ടോ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് നമുക്ക് 2 കൂട്ടർക്കും അറിയാം. പറയേണ്ടവർ പറയുകയും വേണം, കേൾക്കേണ്ടവർ കേൾക്കാൻ തയ്യാറാവുകയും വേണം. എന്നാലേ എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ. അവിടെ നടക്കുന്ന പ്രൊട്ടസ്റ്റൊക്കെ ഞാൻ കണ്ടു. കൊൽക്കത്തയിൽ നടക്കണം. അതിലും വലിയ പ്രൊട്ടസ്റ്റൊക്കെ നടക്കണം. ഇത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേപ്പാ. അപ്പോൾ ലെറ്റ്സ് ഹോപ്പ്. നിർഭയ 02 എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ. നിർഭയയ്ക്ക് കിട്ടിയ നീതി നിർഭയ 2 നമ്മുടെ ഡോക്ടർക്കും കിട്ടട്ടെ എന്ന് ലെറ്റ്സ് ഹോപ്പ്. ആലന് ഇന്നലത്തെ ചിക്കൻ കറിയുടെ ബാക്കിയും, പിന്നെ അമ്മ ഇന്നലെ ഒരു ഹൗസ് വാമിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അവിടെ നിന്ന് കിട്ടിയ ബീഫ് കറിയും, അവിടുന്ന് പൊറോട്ടയും ബീഫ് കറിയൊക്കെ ആയിരുന്നു കേട്ടോ. പൊറോട്ട ഞാൻ എടുത്തില്ല, അത് ഫ്രിഡ്ജിൽ തന്നെ ഇരിപ്പുണ്ട്. രണ്ടും ചൂടാക്കി വെച്ചു. പുട്ടിൻ്റെ കൂടെ ഇഷ്ടമുള്ളത് കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ സ്കൂളിലേക്ക് ഓടുകയാണ്. താമസിച്ചു പോയി. ടീച്ചേഴ്സിന് ഇന്നലെ സ്വീറ്റ്സ് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അവർക്കുള്ള സ്വീറ്റ്സും ഒക്കെ എടുത്തിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ച് ബ്രേക്കിന് ഞാൻ നേരെ മിനിയാൻ്റിയുടെ കടയിൽ പോയി. ഇതാണ് മിനിയാൻ്റിയുടെ കട. സെനോറീറ്റ എന്നാണ് ബൊട്ടീക്കിൻ്റെ പേര്. ഇരവിപുരം ജംഗ്ഷനിലാണ് ബൊട്ടീക്ക്. ഞാനിടുന്ന പല ഡ്രസ്സുകളും ഇവിടെ നിന്നാണ്. മിനിയാൻ്റി, എൻ്റെ ഡ്രസ് സെൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതേ കണക്കൊക്കെ തന്നെയാണ് മിനിയാൻ്റിയുടെ ഡ്രസ് സെൻസും കേട്ടോ. സെലക്ഷനൊക്കെ പക്കായിരിക്കും. ഇതാണ് നമ്മുടെ ജംഗ്ഷൻ. ഇനി നമ്മൾ കുരിശടിയുടെ കാര്യത്തിലേക്ക്, നമുക്ക് പെരുന്നാളിൻ്റെ നോട്ടീസ് അടിക്കണം. അതിന് സ്പോൺസർ ചെയ്യാമോ എന്നറിയാനായിട്ട് ജ്വല്ലേഴ്സിലും ഇരവിപുരത്ത് തന്നെയുള്ള ജ്വല്ലേഴ്സിലും ഫ്രൂട്ട് സ്റ്റോറിലും ഒക്കെ പോയി. പിന്നെ നോട്ടീസിൻ്റെ പ്രൂഫുമായിട്ട് പള്ളിമേടയിൽ അച്ഛനെ കാണാൻ പോയി. ഇരവിപുരം പള്ളി എൻ്റെ 2-3 വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ പാരിഷ് ഹാള്. അവിടെ എന്തോ പരിപാടി നടക്കുന്നു. സദ്യയാണ്, കണ്ടിട്ട് സഹിക്കുന്നില്ല. ഒരു സദ്യയൊക്കെ കയറി കഴിക്കാൻ കൊതിയായിട്ട് പാടില്ല. പക്ഷെ അറിയാവുന്ന ആരെങ്കിലും വിളിക്കണ്ടേ. മേടയിൽ നിന്ന് രസീത് കുറ്റിയൊക്കെ മേടിച്ചിട്ട് ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. ഞങ്ങൾ ഓരോ സർബത്ത് കുടിച്ചു. ഇനി മിനിയാൻ്റിയെ വീട്ടിലാക്കിയിട്ട് ഞാൻ തിരിച്ച് സ്കൂളിൽ പോവും. നമ്മുടെ പെരുന്നാളിന് അന്നദാനം നടത്തും കേട്ടോ. സ്നേഹവിരുന്നെന്നാണ് ഞങ്ങൾ അതിന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പിരിവിന് നമുക്ക് രസീത് കുറ്റിയും നോട്ടീസും ഒക്കെ വേണം. അങ്ങനെ ഞങ്ങൾ 2-3 സ്പോൺസേഴ്സിനെയൊക്കെ കണ്ടു. തിരിച്ച് ഞാൻ സ്കൂളിൽ പോയി. വൈകുന്നേരം വന്നിട്ട് ചട്ടിയിലിട്ട് ചോറ് കഴിച്ചു. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളതേ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. ചേച്ചിക്കൊരു സർജറി ഉണ്ട്. ചേച്ചി എന്ന് പറഞ്ഞാൽ അലൻ്റെ പെങ്ങൾ ജൻ ചേച്ചിക്ക് സിസ്റ്റുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർജറി ഉണ്ട്. നാളെയാണ് സർജറി. ഇന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അതിസുന്ദരമായ ഇരവിപുരമൊക്കെ കഴിഞ്ഞ് NHലോട്ട് കയറിയപ്പോൾ ഇതായിരുന്നു അവസ്ഥ. നല്ല ഉഗ്രൻ പൊടി. ഹോസ്പിറ്റലിൽ ചെന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഹെൽമെറ്റൊക്കെ കഴുകി എടുക്കേണ്ട അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. ഞാൻ ചായ കുടിച്ചിട്ടില്ലായിരുന്നു ചോറ് കഴിച്ചതുകൊണ്ട് കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ ഇവിടുന്ന് പിന്നെ പതുക്കെ ചായയൊക്കെ കുടിക്കാമെന്ന് കരുതി. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് മമ്മി ഇങ്ങ് പോരുന്നു. സ്ഥലം നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ ഇത്തിരി പാടാണ് ഇതിൻ്റെ അകത്ത്.
ചേച്ചിയും ഡെല്ലയും മമ്മിയും കൂടിയാണ് രാവിലെ ഹോസ്പിറ്റലിലേക്ക് വന്നത്. ഇന്ന് ഒരുപാട് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുന്നു. ഇനി രാത്രി മെഡിസിൻസ് ഒക്കെ ഉള്ളൂ, ടെസ്റ്റ് ഒന്നുമില്ല. പിന്നെ ഞാൻ അവിടെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു. ഞാനും ഡാരലും കൂടെ പോയി എനിക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. സ്റ്റേ ചെയ്യാനുള്ള പ്ലാൻ ഇല്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഡാരലിന് നാളെ സ്കൂളിൽ പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ മമ്മി ചെന്നാലേ ഡാരലിനെ സ്കൂളിൽ വിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ നിൽക്കാമെന്ന് തീരുമാനിച്ചിട്ട് ഞങ്ങൾ പിന്നെ പോയി കോഫി കഴിച്ചു. അവനൊരു മീറ്റ് റോളോ മറ്റോ കഴിച്ചു. ആലനും ഡാഡയും കൂടെ തൊട്ടടുത്തൊരു ഷോറൂമിൽ കാറ് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് റൂമിലെത്തിയപ്പോഴേക്ക് അവരും എത്തി. ഡെല്ല രാവിലെ തൊട്ട് ഇവിടെ നിന്നിട്ട് ഇപ്പോൾ ഡെല്ലയ്ക്ക് ചോക്കോനെ മിസ് ചെയ്യുന്നു. ഞങ്ങളുടെ ചാക്കോനെ ഡെല്ലയ്ക്ക് മിസ് ചെയ്യുന്നു. അപ്പോൾ അവർക്കും പോകണമെന്നും പറഞ്ഞിട്ട് ഡെല്ലയും പോയി. ഡാരലിന് നാളെ യൂത്ത് ഫെസ്റ്റിവലാണ്, അല്ലെങ്കിൽ അവൻ പിന്നെയും പോവാതിരുന്നേനെ. പിന്നെ ആലനും ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഡിന്നറിന് ഞങ്ങളൊരു 6 പൊറോട്ടയും ഇറച്ചിക്കറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഫ്രണ്ട് ക്യാം സെറ്റ് ചെയ്ത് വെച്ച് എടുത്തതുകൊണ്ടാണ് കേട്ടോ അധികം ക്ലാരിറ്റി ഇല്ലാത്തത്. ചേച്ചിയുടെ തന്നെ ഒരു പാൻറ്റ് അവിടെ ഇരുന്നതെടുത്ത് ഞാൻ ജീൻസ് അങ്ങ് മാറ്റി. നമുക്കിങ്ങനെയൊക്കെ മതിയല്ലോ, നമ്മൾ എവിടെ പോയാലും അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നോളൂ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. വിശപ്പിൻ്റെ ഇടയിൽ ഞാനത് എടുക്കാൻ മറന്നുപോയി. കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അതെടുത്തില്ല എന്ന്. പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിച്ചു. അപ്പോൾ നാളത്തെ എൻ്റെ പ്രഭാതം ഇവിടെയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.